ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാൻ ഇവിടെ ഏത്തയ്ക്കപ്പൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ രാവിലെ പുഴുങ്ങിയ ഏത്തയ്ക്കയാണ്. ഇവിടെ ആരും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് വെച്ച് ഒരു ഏത്തയ്ക്കപ്പൊരി ഉണ്ടാക്കി നോക്കുവാണ്. ഇവിടെ ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ഗോതമ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കരിഞ്ജീരകം, നല്ല ജീരകം, പിന്നെ ഇച്ചിരി ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു 4-5 ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത്തയ്ക്കപ്പൊരി ഉണ്ടാക്കി നോക്കാമേ. ഇവിടെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു സ്പൂണ് നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ബാറ്ററിനകത്ത് ഇച്ചിരി യെല്ലോ കളറ് ചേർത്തിട്ടുണ്ട്. ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനകത്തോട്ട് ഞാൻ മാവിനകത്ത് ഡിപ്പ് ചെയ്ത് അങ്ങോട്ട് ഇടുവാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയ ഏത്തയ്ക്കയും കൊണ്ട് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കുന്നു. അങ്ങനെ നമ്മുടെ ഏത്തയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് കോരുവാണേ. ഞാനങ്ങനെ സെക്കൻഡ് ട്രിപ്പ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഏത്തയ്ക്ക പൊരിക്കാനേ. അങ്ങനെ നമ്മുടെ പുഴുങ്ങിയ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കിയ പഴം പൊരി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ്, സോഫ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇത്രയും ഉദ്ദേശിച്ചില്ല. ഞാനിതുണ്ടാക്കുന്ന എണ്ണയ്ക്കകത്ത് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. ആ നെയ്യുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.